ഞാൻ ഡോക്ടർ ഡാലി ഡേവിസ്, സയൻസ് ലാബിൻ്റെ കൺവീനറാണ്, അക്കാദമിക് കൺവീനറാണ്. ഞാൻ ബോംബെയിലെ സോമയ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി പ്രൊഫസറാണ്. ഇലക്ട്രോൺ മോളിക്യൂൾ കൊളീഷൻ വെച്ചിട്ട് എങ്ങനെ കെമിസ്ട്രി പഠിക്കാം എന്നതാണ് എൻ്റെ ഗവേഷണ വിഷയം. അതിൽ റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ട്. സ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ 50-ൽ പരം റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിൽ 10,000-ഓളം ഗവേഷകരുണ്ട്. ഈ ഗവേഷകർ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങളവിടെ എന്താ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഈ ജനത്തിന് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം എപ്പോഴും ഉണ്ട്. ഈ കൗതുകം അത് പല രീതിയിലുള്ള കൗതുകമാണ്. ശരിക്കും അറിയാനുള്ള ജിജ്ഞാസയുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികളൊന്നും ചെയ്യുന്നില്ല എന്ന് ഒരു ധ്വനിയുമുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇത് ജനത്തിനോട് പറയാനുള്ള ഒരു അവസരവും കിട്ടുന്നില്ല. നമ്മൾക്കാണെങ്കിൽ നമ്മളുടെ വിചാരമാണെങ്കിൽ അവർ ഇംഗ്ലീഷിൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, മലയാളികളോട് അവർക്ക് ശാസ്ത്രം സയൻസ് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം സംവദിക്കാനായിട്ടുള്ള ഒരു അവസരം, അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകളില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വളരെ അത്യാവശ്യമാണ്. ഗവേഷണം ചെയ്യുന്നവർ തന്നെ നേരിട്ട് ആ സയൻസ് ജനത്തിനോട് പറയുന്ന പ്ലാറ്റ്ഫോമുകൾ അധികമില്ല, അല്ലെങ്കിൽ കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുറക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. സ്ലാം നടത്തുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അതാണ്, നേരിട്ട് തന്നെ ഗവേഷകർ പറയുക എന്നുള്ളത്. അത് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സയൻറ്റിഫിക് ജാർഗണുകളില്ലാതെ, ഒത്തിരി ടെക്നിക്കൽ പദങ്ങളില്ലാതെ തന്നെ പറയാൻ പറ്റണം. രസകരമായിരിക്കണം. ഈ കുട്ടികൾ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു സന്നദ്ധ ജനത്തിനുണ്ടാവണം. അപ്പോൾ അത്രയ്ക്കും കൗതുകകരമായ രീതിയിൽ, ആസ്വാദികരമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശാസ്ത്രജ്ഞരെ പര്യാപ്തമാക്കുകയും അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. അത് ഫലപ്രദമാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വളരെ സിൻസിയറായിട്ടാണ് അതിന് പ്രിപ്പയർ ചെയ്തത്. ആളുകൾ അതേ കൗതുകത്തോടു കൂടിയാണ് അത് കേൾക്കാൻ വന്നത്. 2 തലത്തിൽ നിന്ന് നമുക്ക് മാക്സിമം സഹകരണമാണ് കിട്ടിയത്. ഇതിന് നമുക്ക് വേറെയും കുറച്ച് ലക്ഷണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ അറിവെന്ന് പറയുന്നത് എല്ലായിടത്തും, ഈ ഡാറ്റ എല്ലായിടത്തും ഉണ്ട്. ആ ഡാറ്റയിൽ നിന്ന് നോളജ് ഉണ്ടാക്കുക, അത് വിസ്ഡം ആക്കുക, അതുകൊണ്ട് സാധാരണക്കാരന് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടാവുക. സയൻസായിട്ട് മാത്രമല്ല, അത് സയൻസിൽ അതിന് വിനോദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ കുടുംബശ്രീയിൽ ഒരു ആൾക്ക് ഒരു സെൻസർ ഉണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഗവേഷകർക്ക് പറ്റുമോ, അതിനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പിൻകാലത്ത് വരുന്ന ഉപയോഗങ്ങളാണ്. അതിന് ആദ്യം എന്ത് ഗവേഷണമാണ് നടക്കുന്നതെന്ന് ജനത്തിനറിയണം. അതിൻ്റെ ഒരു ആദ്യ പടിയാണിത്. ഇതിന് ഭാവിയിൽ പല പല പടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.